ഹലോ, ഇന്നൊരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ. അപ്പം നമ്മൾ വീക്കെൻഡിലൊക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാറ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം എന്ന് വെച്ചാൽ കഴിച്ചതും വെച്ചതും ഒന്നും അങ്ങനെ ഇങ്ങനെ ഇടുന്നൊന്നല്ല കേട്ടോ. പക്ഷെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യും. നമ്മുടെ വീട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിനൊരു സംതൃപ്തിയൊക്കെ കിട്ടണ പോലെ നമ്മൾ ക്ലീൻ ചെയ്യൂലേ, അത് നമ്മൾ ഈ വീക്കെൻഡിലൊക്കെയാണ് ചെയ്യാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡിൽ വർക്കില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണെന്ന് കേട്ടോ. പക്ഷെ ഇന്ന് ഏട്ടന് വർക്കുണ്ട്. അപ്പോൾ ഏട്ടൻ വർക്കിന് പോയേക്കാണ് രാവിലെ തന്നെ. അപ്പോൾ ഞാനാണെങ്കിൽ കിച്ചണൊക്കെ കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് അടിപൊളിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നിന്നു കേട്ടോ. കുറച്ച് പാത്രങ്ങൾ കഴുകാനും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അതിൽ ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ചോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല അടിപൊളിയായിട്ടൊക്കെ നമ്മൾ കുറച്ചൊക്കെ അവിടെ ഇവിടത്തൊക്കെ സാധനങ്ങളൊക്കെ മാറ്റി ഇത്തിരി ഒന്ന് ഒതുക്കി ഇങ്ങനെയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോരാ, ഇനി ഇതൊന്ന് വൃത്തിയാവണ്ട. കാര്യം നമുക്ക് എപ്പോഴും കിച്ചണിലേക്ക് വരാനൊക്കെ ഒരു തൃപ്തിയാണെങ്കിൽ നമുക്ക് എപ്പോഴും കിച്ചണൊക്കെ ക്ലീൻ ആയി കിടക്കണം കേട്ടോ. അത് എല്ലാവർക്കും അങ്ങനെ, എനിക്ക് മാത്രമല്ല എല്ലാ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണെന്ന് തോന്നണു. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കുറച്ച് കഴിയാനായിട്ട്. അപ്പം നമ്മൾ മോർണിംഗ് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള ഒരു വാഷ് ബേസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വെച്ചേക്കായിരുന്നു. നമ്മുടെ ഉള്ളിലുള്ള അവിടെ മാത്രമാണ് നമ്മൾ കൈ കഴുകാനൊക്കെ ഉപയോഗിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിക്കാണ്ട് അങ്ങനെ ഇട്ടേക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്ന് മാറ്റിയിട്ട് ആ മിററിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഈ സൗകര്യം കൂടി ഉണ്ടെങ്കിൽ സുഖമായല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുവിധം സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കിച്ചണിൻ്റെ ലുക്ക് ഇങ്ങനെയാണ്. ആദ്യം ഉണ്ടായിരുന്നതും ഇതും വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ്. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് വേഗം കുളിച്ചൊക്കെ വന്നിട്ട് പിന്നെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത്. ഇത് ഞാൻ ഉണ്ടാക്കണ രീതിയാണ് കേട്ടോ. ഇത് എന്താ പറയുക, ഇതിങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയും. ചിലപ്പോൾ ഇങ്ങനെ ആവില്ല. അപ്പോൾ അങ്ങനെ പറയരുത്, പറഞ്ഞു കുഴപ്പമില്ല. എന്നാലും ആരും കളിയൊക്കെ ചെയ്യരുത്. കാര്യം ഇത് ഞങ്ങളല്ല ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ മീൻകറിയൊക്കെ സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല അടിപൊളി മത്തിയാണ് കേട്ടോ കിട്ടിയായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ അടിപൊളി പഞ്ഞിലും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി മത്തിയാവുമല്ലോ. അപ്പോൾ ഇതാ മീൻകറി ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് നമുക്ക് ഈ തോന ഉള്ളി മസാലയൊക്കെ ഇട്ടിട്ടുള്ള മീൻകറി ആകുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ പിന്നെ മീനൊക്കെ നല്ല പഞ്ഞിയുള്ള മീനൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് മീൻ വറക്കും വേണം രാത്രിക്ക് കേട്ടോ. അപ്പം ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കാണ് ഈ മീൻ വറുത്ത് കേട്ടോ. അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ മസാലയൊക്കെ ഇങ്ങനെ ഇടാൻ തുടങ്ങി. വീഡിയോ ഞാൻ ഒറ്റ കയ്യിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ മസാലയൊക്കെ ഇങ്ങനെ കൂട്ടി പിന്നെ മസാലയൊക്കെ ഇങ്ങനെ കുഴയ്ക്കാൻ സമയപ്പോഴേക്കും ഏട്ടൻ വന്നു. അപ്പോൾ ഏട്ടൻ ബാക്കി വീഡിയോസൊക്കെ എടുത്ത് തന്നു. മീൻകറി താണ്ട അവിടെ തിളയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മീൻ വറക്കാനുള്ള മസാല ഞാൻ അവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഏട്ടനിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് മീൻ വറക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഈ മീൻ വെച്ച കറിയിൽ നല്ല മണം വരുന്നതെന്നൊക്കെ നോക്കില്ലേ. അപ്പോൾ അതാണ് കേട്ടോ അവിടെ കണ്ടോ, പഞ്ഞിലൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് അടിപൊളി മീനാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മീനൊക്കെ വറുത്തു, മീനൊക്കെ മറച്ചിട്ടു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഓക്കെ, ബൈ.